അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജു ശിവപ്രസാദാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് വലിയവരെ സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങൾ 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജു ശിവപ്രസാദിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രാജു ശിവപ്രസാദ് എന്നാണ്. ചിറയൻകീഴാണ് എൻ്റെ പ്രദേശം. ഞാൻ ചിറയൻകീഴാണ് താമസിക്കുന്നത്. ഇന്ന് തിരുവചനത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി, എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ചെയ്ത ഉപകാരങ്ങൾ, ഹൈന്ദവനായിരുന്ന എന്നെ ഇന്നത്തെ ഒരു സുവിശേഷകനാക്കി മാറ്റിയതിൻ്റെ പിന്നിലുള്ള ജീവചരിത്രം എല്ലാ ജനങ്ങളോടും പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന അരോമ ടി വിയോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോടും അതിൻ്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവர்களോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇതിനെ എന്നെ പരിചയപ്പെടുത്തിയത് പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററെ എന്നെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബൈബിൾ കോളേജിൽ എൻ്റെ സീനിയറായി പഠിക്കുകയും ചെയ്ത പാസ്റ്റർ ജോസഫ് ഡേവിഡ് അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായത്. ഞങ്ങൾ വളരെ നാളുകളായിട്ട് നല്ല ആത്മസ്നേഹിതരെ പോലെ ഞങ്ങൾ കഴിഞ്ഞു വരികയാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴിത്താരകളൊക്കെ ഒരുപാട് സഹായങ്ങളും എൻ്റെ ആത്മീയമായിട്ട് എന്നെ വളരെ ഉത്തേജിപ്പിക്കുവാനായിട്ട് അദ്ദേഹം വളരെ വലിയ സഹായങ്ങളും പ്രചോദനങ്ങളും ആത്മീയ ശക്തി പകരുന്ന വാക്കുകളും വചനങ്ങളും കൊണ്ട് എന്നെ പലപ്പോഴും ശക്തിപ്പെടുത്തിയിരുന്നു. എൻ്റെ പേര് രാജു ശിവപ്രസാദ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതെ, രാജു ശിവപ്രസാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണല്ലോ ആ പേര് എന്നുള്ളത്. ശരിയാണ്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ ശിവപ്രസാദിന്റെയും വസന്ത ദമ്പതികളുടെയും 3ാമത്തെ മകനായിട്ട് 1980 ചിറയൻകീഴാണ് ഞാൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഹൈന്ദവ മാതാപിതാക്കൾക്ക് 3ാമത്തെ മകനായി ജനിച്ചത് കൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കൾ പിന്തുടർന്ന അതേ മാർഗവും അതേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ഭവ്യതയോടെ സ്വീകരിക്കുകയും അതിനെ അനുകരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ബാല്യമൊക്കെ വളരെ ആത്മീയമായ എന്ന് വെച്ചാൽ ഹൈന്ദവ മാർഗത്തിൽ ഞാൻ വളരെ ആത്മീയമായിട്ട് വളരെ പ്രചോദനകരമായ പ്രവർത്തനങ്ങളിലൂടെ ആത്മീയമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും മുടക്കം കൂടാതെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ദേശം ചിറയൻകീഴാണ്. ചിറയൻകീഴ് എന്ന് പറയുമ്പോൾ ആ ദേശത്ത് വിഗ്രഹാരാധനകളെ കൊണ്ട്, ക്ഷേത്രങ്ങളെ കൊണ്ട് വളരെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ചിറയൻകീഴ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ അങ്ങനെയുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുവാൻ എല്ലാ മാർഗവും എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളുടെയും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ, അനേക ഉത്സവങ്ങൾക്ക് കൈത്താങ്ങുവാനും അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനും ഒക്കെയും ഇടയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ ജീവിതം ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിന്റെ വളരെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുകയായിരുന്നു. ഞാൻ ഹൈന്ദവ മാർഗത്തിൽ ജീവിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ യേശു ക്രിസ്തുവിന്റെ
പള്ളികൾ എന്റെ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത്, ചിറയൻകീഴിലെ ദേശത്ത് അനേക ക്രിസ്ത്യൻ കത്തോലിക്ക പള്ളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്റെ ചെറു പ്രായം മുതൽ തന്നെ ഞങ്ങൾ പോകുമായിരുന്നു. ആ പള്ളിയെ അറിയപ്പെടുന്നത് തന്നെ ചൊവ്വാഴ്ച പള്ളി എന്നാണ്. എന്റെ വീടിനോട് ഏകദേശം ഒരു 100-200 മീറ്റർ മാറിയാണ് അങ്ങനെ ഒരു വളരെ പ്രശസ്തമായ ചൊവ്വാഴ്ച പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി, കത്തോലിക്ക പള്ളി ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച പള്ളി എന്ന് അറിയുന്നത് തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനം കടന്നു വന്ന് അവിടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഞാൻ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അവിടെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാനും എന്റെ സുഹൃത്തുക്കളും അവിടെ കടന്നു പോകും. എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം യേശു ക്രിസ്തുവിനെ ആരാധിക്കുക എന്നതല്ല. ആരാധിക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അതാണ് ഏക സത്യദൈവമെന്ന് ഞങ്ങൾക്കറിയില്ല. അതാണ് ഏക രക്ഷിതാവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ എന്താണ് ഞങ്ങൾ ആ ചർച്ചിൽ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ, ആ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ അവിടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് നേർച്ചയായിട്ട് പഴവും ബ്രെഡുമെല്ലാം അവരുടെ ഓരോ വിശ്വാസികൾ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും. അതിൽ നിന്നൊരു പങ്ക് കൈപ്പറ്റുവാൻ ഉള്ള ആഗ്രഹത്തോടെയാണ് ഞാനും എന്റെ സുഹൃത്തുക്കളും മുടങ്ങാതെ അവിടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരുന്ന, അവിടെ ഒരു വലിയൊരു വിശ്വാസമുണ്ട്. 7 ആഴ്ച അല്ലെങ്കിൽ 9 ആഴ്ച അല്ലെങ്കിൽ 13 ആഴ്ചയൊക്കെ മുടങ്ങാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നുള്ള വലിയ ഒരു കാര്യം അവിടെ എപ്പോഴും പറയും. അപ്പൊ അതുപ്രകാരം ഒരാഴ്ച ഞങ്ങൾ മുടങ്ങാറില്ല. ഒരാഴ്ചയും മുടങ്ങാതെ ഞങ്ങൾ കടന്നു പോകും. അന്ന് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്, എന്റെ സമപ്രായത്തിലുള്ള. സ്കൂൾ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത്. UP കാലഘട്ടത്തിൽ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ വളരെ ശുഷ്കാന്തിയോടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒത്തിരി സുഹൃത്തുക്കളുമായിട്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം എന്റെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ സാധാരണ ഒരു മുറുക്കാൻ കടയായിട്ട് ചിറയൻകീഴ് പ്രദേശത്തായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എറണാകുളത്ത് എന്റെ മാമൻ ഒരു സ്ഥാപനം, ഒരു കട മേടിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ എന്റെ അച്ഛൻ എറണാകുളത്തേക്ക് താമസം മാറുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങൾ 7ാം ക്ലാസ് മുതൽ എറണാകുളത്തേക്കാണ് ഞങ്ങൾ കടന്നുപോയത്. എറണാകുളത്ത് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ ദേശം മൊത്തം ഈ കത്തോലിക്ക പള്ളികൾ കൊണ്ട് നിറഞ്ഞിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയും ഞാൻ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ അവിടെയുള്ള കൂട്ടുകാരോടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ആരാധന അറിയത്തില്ല, ഞങ്ങൾക്ക് അവിടുത്തെ ആചാരങ്ങൾ അറിയത്തില്ല. എങ്കിലും അവിടെയും ഉത്സവങ്ങളെല്ലാം വരുമ്പോൾ അവിടെ വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കുടപിടിക്കുവാനും മെഴുകുതിരി കത്തിക്കുവാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന വളരെ ഉത്സാഹത്തോടെ അതിനൊക്കെ ചുമൽ കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ സഹോദരിയുടെ പേര് അംബിക എന്നാണ്. എന്നേക്കാൾ മൂത്ത സഹോദരിയാണ്. ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾ സഹോദരങ്ങൾ. എനിക്ക് ഏറ്റവും മൂത്തത് ഒരു ജ്യേഷ്ഠനാണ്. ആ ജ്യേഷ്ഠൻ ഇന്ന് ദുബായിയുടെ പ്രദേശത്തിലായിരിക്കുന്നു. അതിന് തൊട്ട് ഇളയതാണ് എന്റെ ചേച്ചി. അതിനുശേഷമുള്ളതാണ് ഞാൻ 3ാമത്തെ മകനാണ്. എന്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷത്തോളം എന്റെ സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ അവൾ ആകെ വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട് എല്ലാ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് അളിയൻ വിദേശത്ത് നിന്ന് കടന്നു വരുമ്പോൾ എല്ലാ അവധികളിലും ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ആ ലീവ് മൊത്തം, അങ്ങനെയുള്ള അവരുടെ സമ്പാദ്യം മൊത്തം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, നേർച്ചകൾക്ക് വേണ്ടി ചിലവിട്ട് 7-8 വർഷം കടന്നുപോയിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുവാൻ ഇടയായില്ല. അങ്ങനെ എന്റെ വീടിന് തൊട്ടടുത്ത് 2 വീടിന്റെ അപ്പുറത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ മാമൻ എന്റെ സഹോദരി വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ തന്നെ എന്റെ മാമനും കുടുംബവും വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. മാമൻ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ മാമനാണ് എന്റെ സഹോദരിയോട് പറയുവാൻ തക്കവണ്ണം ഇടയായത്, നീ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്ക്, നിനക്ക് കുഞ്ഞുങ്ങളെ തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് എന്ന് എന്റെ സഹോദരിയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി.
മനസ്സില്ലാ മനസ്സോടെ എന്റെ സഹോദരി അവിടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെല്ലാം അതിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഈ ഞാൻ എന്ന് പറയുന്നത്. എന്റെ സഹോദരിയെയും എന്റെ മാമനെയും അവരുടെ കുടുംബങ്ങളെയെല്ലാം ഈ ഈ മാർഗത്തിൽ പോകുന്നതിനെ വളരെ കളിയാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. യേശു ക്രിസ്തുവിനെ അല്ല ഞാൻ തള്ളി പറഞ്ഞിരുന്നത്, യേശു ക്രിസ്തുവിനെ ഇതിന്റെ മാർഗത്തെ അല്ല ഞാൻ തള്ളി പറഞ്ഞത്. എന്നാൽ ഇവർ പോകുന്നത് കൈകൊട്ടിപ്പാടാനും സ്വർണമിടാതെ ദൈവത്തെ ആരാധിക്കാനൊക്കെ കടന്നു പോകുന്നത് അത് ഒരു വളരെ ഒരു എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് എത്രത്തോളം വെറുക്കാമോ അത്രത്തോളം വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ എന്റെ സഹോദരി കടന്നു പോകുമ്പോൾ അവളെ ഞങ്ങൾ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതൊക്കെ അവൾക്ക് വിഷയമല്ലായിരുന്നു. അവൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, അവൾക്ക് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളത്. അങ്ങനെ അവൾ കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ പറയുവാൻ തക്കവണ്ണം ഇടയായി, എനിക്കിനി കുഞ്ഞ് അല്ല പ്രധാനം, എനിക്ക് ഈ ദൈവത്തെ മാത്രം മതി. ഹല്ലേലൂയ. അങ്ങനെ ഇവൾ ഇവിടെ കടന്നുപോയി. അവൾക്ക് സത്യദൈവം എന്താണെന്നും ആ ദൈവത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ആ ദൈവത്തിലുള്ള വിശ്വാസം തരുന്നത് എന്താണെന്നും ആ നിത്യമായ ഒരു പ്രകാശം എന്താണെന്നും അവൾ അവളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ പറയുവാൻ തക്കവണ്ണം ഇടയായി, എനിക്കിനി കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ദൈവത്തെ ഞാൻ വിട്ടെങ്ങും പോകത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഇതൊക്കെ ഞങ്ങൾ വളരെ ഉച്ചത്തോടെ വളരെ നിന്ദയോടെയാണ് ഞങ്ങൾ ഇതിനെ കണ്ടത്. അവളെ കളിയാക്കുവാനും പരിഹസിക്കുവാനും അപമാനിക്കാനും കിട്ടുന്ന അവസരങ്ങളൊന്നും ഞങ്ങളെന്നല്ല ഞാൻ പാഴാക്കിയിരുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി എന്ന് പറയുന്നത്. എന്നാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, അവൾക്ക് സ്വർഗസ്ഥനായ ദൈവം 2 പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം അവൾ സ്വർണം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് അവൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ചിന്ത അവളുടെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നിന്റെ സഹോദരങ്ങളുടെ വിവാഹശേഷം നീ സ്വർണം ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിച്ചോ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അവൾക്ക് ദൈവത്തിലുള്ള ആ വിശ്വാസം കൂടി വരികയും അവൾ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു ദിവസം അവളോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുകയും അവൾ സ്വർണമെല്ലാം ഉപേക്ഷിച്ച് ആ ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ജീവിതത്തെ വളരെ പിടിച്ചു കുലുക്കിയ ഓരോ സന്ദർഭങ്ങളാണത്. എന്നാൽ എനിക്ക് എന്റെ സഹോദരി വിവാഹം കഴിഞ്ഞു പോയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുന്നതിന് ഒരു പരിമിതികൾ ഉണ്ടായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. എങ്കിലും ഇതെല്ലാം എന്റെ ഹൃദയത്തെ വല്ലാതെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. എന്നാൽ അത് പുറത്ത് ആരും ഞാൻ പറഞ്ഞിരുന്നില്ല. അതുപോലെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് എന്റെ ജീവിതത്തിലും ഈ ദൈവത്തെ കുറിച്ച് എന്റെ സഹോദരങ്ങളും എന്റെ മാമനുമെല്ലാം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതിനെല്ലാം ഉച്ചത്തോട് തള്ളി മാറ്റിയിട്ട് അതിനെ നിന്ദിച്ചുകൊണ്ട് ഈ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിറകെ ഓടുവാനായിരുന്നു എനിക്ക് ഏറ്റവും ഉത്സാഹമുണ്ടായിരുന്നത്. ആ ദേശത്ത് ചെറിയ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലെല്ലാം നടക്കുമ്പോൾ, എന്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുമ്പോൾ അവിടെ സെക്രട്ടറി പദം പോലെ അലങ്കരിച്ചുകൊണ്ട് അവിടെ ഉത്സവങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് ഞാൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അതെ, ഞാൻ ആ സമയങ്ങളിലും ഇവര് എന്നോട് സുവിശേഷം പറയുമ്പോൾ അതിനെ ഞാൻ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ജാതികളുടെ ആചാരങ്ങൾ പ്രകാരം വിഗ്രഹങ്ങളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതെ, ആ സമയത്ത് 2002 ഞാൻ ഗൾഫിന്റെ പ്രദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. എനിക്ക് അവിടെ കടന്നു പോകുവാൻ അവസരം ഒരുക്കിയത് എന്റെ മാമനാണ്. അതേ വിശ്വാസത്തിൽ കടന്നു വന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്ന എന്റെ മാമനാണ്. മാമൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ആ മാമൻ എനിക്കൊരു വിസ ക്രമീകരണം ചെയ്ത് ഞാൻ അങ്ങനെ കടന്നുപോയി. ഞാൻ ആ ഗൾഫിൽ ബഹ്റിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കടന്നു ചെന്നത്. അവിടുന്ന് ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം എന്നെ കാണുവാൻ എന്റെ മാമന്റെ കൂട്ടുകാർ ഒത്തിരി പേര് അവിടെ കടന്നു വന്നു. അതിൽ 4 സഹോദരന്മാർ എന്റെ ചുറ്റും വളഞ്ഞിരുന്നു കൊണ്ട് എന്നോട് ദൈവത്തിന്റെ സത്യസുവിശേഷം പറയുവാൻ തക്കവണ്ണം ഇടയായി. അതെ, ഞാൻ അവിടെ ചെന്നപ്പോൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന ഓരോരുത്തരെയും കാണുവാനായിട്ട് ആ മലയാളികൾ കടന്നു വന്ന എല്ലാരെയും പരിചയപ്പെടുന്ന ഒരു പതിവ് കാഴ്ചയുണ്ട്. അതേപോലെ ഇവരെല്ലാം കടന്നു വന്നിട്ട്
ഇവരെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മാമന്റെ ഒരു ഐഡിയ ആയിരുന്നു എന്നുള്ളത്. ഇവർ വളഞ്ഞിരുന്ന ഇവരെന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാമൻ ജോലി തിരക്കെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞ് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഈ 4-5 സഹോദരന്മാർ എന്നോട് വളഞ്ഞിരുന്ന് സുവിശേഷം പറഞ്ഞു. ഞാൻ ഇവരോട് ഓരോ കാര്യങ്ങളും തർക്കിച്ചു കൊണ്ടിരുന്നു. ഓരോ കാര്യങ്ങളും അവർ പറയുമ്പോൾ അതിനെ എതിർത്ത് എങ്ങനെയൊക്കെ എതിർക്കാമോ, എങ്ങനെയൊക്കെ പരിഹസിക്കാമോ, ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതിനെല്ലാം അവർ വളരെ ശാന്തമായിട്ട് അതിന് മറുപടി പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പിന്നെ എനിക്ക് അവരോട് തർക്കിക്കുവാൻ ഒരു വസ്തുതയും ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അവർ പറഞ്ഞതിന് എനിക്ക് മറുപടിയില്ല, അവർ ചോദിക്കുന്നതിന് എനിക്ക് മറുപടിയില്ല. എല്ലാം വളരെ സത്യം പോലെ അവർ എന്നോട് പറഞ്ഞിട്ട് അവർ അവസാനം എന്നോട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായോ ഈ സത്യദൈവമാണ് ഏക സത്യദൈവം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ ദൈവത്തെ സഹോദരന് വേണമോ? ഈ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തയ്യാറാണോ എന്ന് വളരെ ഭവ്യതയോടെ ആ സഹോദരന്മാർ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, അവരോട് ഞാൻ പറഞ്ഞത് എന്റെ അറിവിന്റെ പരിമിതി ഉള്ളത് കൊണ്ട്, എനിക്ക് നിങ്ങളുടെ അത്രയും വാക്സാമർത്ഥ്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ ജയിച്ചു. പക്ഷെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് തോറ്റെങ്കിലും ഈ സുവിശേഷത്തെയോ ഈ മാർഗത്തെയോ ഈ പറയുന്ന കൈകൊട്ടി ആരാധനയോ എനിക്ക് വേണ്ട. ഈ യേശു ക്രിസ്തുവിനെ, നിങ്ങൾ പറയുന്ന ഈ യേശു ക്രിസ്തുവിനെയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ സഹോദരന്മാരെ നിന്ദിച്ച് ഇറക്കി വിടുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ജീവിതത്തിലെ അത് വലിയ ഒരു സംഭവമായിട്ട് അത് ദൈവം കണക്കിട്ടു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അന്ന് ആ സഹോദരന്മാർ കടന്നുപോയപ്പോൾ സുവിശേഷത്തിന്റെ വിത്ത് എന്റെ ഹൃദയത്തിൽ എറിഞ്ഞിട്ടാണ് പോയതെന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ല. എനിക്ക് അതിനുള്ള അറിവ് അന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ആ സമയത്തും ഞാൻ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അതിന്റെ പിറകെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം വരുമ്പോൾ ആ ഉത്സവത്തിന്റെ ആ സമയം ക്രമീകരിച്ച് അവിടുന്ന് ഗൾഫിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിൽ വന്ന് അത് വളരെ ആഘോഷിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് വന്നപ്പോൾ 2010 അതിന്റെ ഇടയ്ക്ക് എന്റെ വിവാഹം കഴിഞ്ഞു. അതിന് എനിക്ക് ഒരു കുഞ്ഞ് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പെൺകുഞ്ഞാണ്, റിയ രാജ് എന്നാണ് എന്റെ മകളുടെ പേര്. അവൾക്ക് ഇന്ന് 13 വയസ്സുണ്ട്. അന്ന് ഗൾഫിൽ ബഹറിൽ വെച്ചാണ് എന്റെ കുഞ്ഞ് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആ സമയം അത് കഴിഞ്ഞ് എന്റെ കുഞ്ഞിന് 6 മാസമായപ്പോഴേക്കും എന്റെ കുഞ്ഞിനെ കൊണ്ട് ഭാര്യ നാട്ടിലേക്ക് വന്നു. പിന്നീട് അങ്ങോട്ട് വരുവാനായിട്ട് സാഹചര്യം ഒത്തില്ല. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് 2014 ആയപ്പോഴേക്കും എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലക്കുന്ന, വല്ലാതെ അലട്ടുന്ന, വല്ലാതെ ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു സംഭവം എന്റെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ 2007 മുതൽ 2014 വരെ ഞാൻ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം, ഗൾഫിന്റെ പ്രദേശത്ത് ഞാൻ മെക്കാനിക് ആയിരുന്നു. ഞാൻ കാറിന്റെ ഓട്ടോമൊബൈൽ മെക്കാനിക്കാണ് ഞാൻ. അപ്പോ ആ ജോലി ചെയ്തിരുന്ന ഞാൻ അവിടെ സ്വന്തമായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തിയാണ്. 2007 മുതൽ 2014 വരെ സ്വന്തമായ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അതിന്റെ ഓണർ എന്നോട് വന്ന് ആ സ്ഥാപനം എന്നിൽ നിന്ന് തിരിച്ചു മേടിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ആ അറബി എന്നിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര വാശിയുണ്ടായി. അടുത്ത ഒരാഴ്ചക്കുള്ള ആ ജോലി അവരെന്നോട് പറഞ്ഞത്, നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നീ ജോലിക്കാരനായിട്ട് വേണമെങ്കിൽ നീ നിന്നുകൊള്ളാൻ പറഞ്ഞു. എന്നാൽ എനിക്കതിന് മനസ്സില്ലാതെ ഞാൻ അവിടെ നിന്ന് ജോലി മതിയാക്കി വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വരുമ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞത്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വരും, ഞാൻ സ്വന്തമായിട്ട് വേറൊരു സ്ഥാപനം തുടങ്ങുമെന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഞാൻ കടന്നു വന്നത്. എന്നാൽ നാട്ടിൽ വന്നു, ഒരാഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അപ്പോഴൊന്നും എന്റെ വിസ ശരിയാകുന്നില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തടസ്സങ്ങൾ മാത്രമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ
പല കാരണങ്ങൾ പറഞ്ഞ് അതെല്ലാം തട്ടിമാറ്റി കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഇതൊന്നും മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യുവാനോ പങ്കുവെക്കുവാനോ എന്നും ഞാൻ ഒരിക്കലും ഉരുമ്പിട്ടില്ല. ഞാൻ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കുവാൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എവിടെയും ജയിച്ചു കയറണമെന്നുള്ള ഒരു വലിയ വാശിയും വലിയ വീറുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ ചെറുപ്രായത്തിൽ എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഒരു ദിവസം പോലും പട്ടിണി കിടക്കുവാൻ ഞങ്ങളെ അനുവദിച്ചില്ല. എന്നാൽ ദൂർത്തുള്ള ജീവിതമല്ല, വളരെ വളരെ സാധാരണ ഒരു മുറുക്കാൻ കച്ചവടക്കാരനും ഒരു കയറിട്ട് ജീവിക്കുന്ന ഒരു മാതാവുമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ എനിക്ക് പലതും വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഗൾഫിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാതം രാവിലെ 6:30-7 മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി 10:30 ആയാലും 11 ആയാലും നിർത്തുവാൻ മടിയില്ലാതെ എത്ര ജോലി ഉണ്ടെങ്കിലും ചെയ്ത് പ്രതിഫലം പറ്റുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഭയങ്കര വാശി, വൈരാഗ്യം അങ്ങനെയുള്ള ബുദ്ധിയായിരുന്നു എനിക്ക്. ബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വലിയ വാശിക്കാരനായിരുന്നു ഞാൻ. എനിക്ക് തോൽക്കാൻ മനസ്സില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ ഇനിയും വരും, ഇനിയും അത് ഞാൻ നേടും എന്നുള്ള ഒരു വലിയ വാശിയുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയട്ടെ, എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ എന്റെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയായി. എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നു, ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ചയായി, 1 മാസമായി എന്റെ വിസ ശരിയാക്കുന്നില്ല. എന്റെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ വ്യക്തികൾ എന്നോട് പറയും, നിനക്ക് ഇന്ന ശാപങ്ങളുണ്ട്, ഇന്ന പാപങ്ങൾ നിന്നെ കൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് ആഭിചാരങ്ങൾ ആരോ ചെയ്തിട്ടുണ്ട്, അതിന് പ്രതിവിധികൾ ചെയ്താൽ നിന്റെ ഈ തടസ്സങ്ങളെല്ലാം മാറുമെന്ന് എന്നോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങൾ ഓരോ ജോത്സ്യന്റെ അടുത്തും ഓരോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോൾ അവർ ഓരോ പ്രതിവിധികൾ പറയും. ഓരോ സ്ഥലത്ത് ചെല്ലും, ഓരോ ക്ഷേത്രങ്ങളിൽ പോകാൻ പറയും. ആ ക്ഷേത്രങ്ങളിൽ പോയി അതെല്ലാം ചെയ്തിട്ട് അത് മാറാതെ വരുമ്പോൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോകാൻ പറയും. അങ്ങനെ അവിടെ പോകും. അവിടെ പോയിട്ട് മാറാതെ വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോകാൻ പറയും. അങ്ങനെ പോയി അങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്ത് എവിടെയെല്ലാം ചെയ്യാമോ, ഏതെല്ലാം മതത്തിൽ ചെയ്യാമോ, അതെ ഞാൻ ഹിന്ദു മതത്തിൽ മാത്രമല്ല, ഞാൻ എന്നോട് പറഞ്ഞ ഏത് മതത്തിന്റെ പ്രകാരമാണെങ്കിലും, മുസ്ലിം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും, എവിടെ ആര് ഒരു പ്രതീക്ഷ തരുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും അവിടെയൊക്കെ ഞാൻ എത്തി ആ കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നോട് കോഴിയെ പറപ്പിക്കാൻ പറഞ്ഞ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആചാരങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞോ അതെല്ലാം ഞാൻ ചെയ്തു. പലകൾ ഞാൻ എന്റെ ചെറുതിലെ മുതലേ, എനിക്ക് അറിവുള്ള പ്രായത്തിൽ മുതൽ എന്റെ അച്ഛന്റെ കൈ പിടിച്ച് അച്ഛന്റെ തോളത്തിരുന്ന് പലവട്ടം മല കയറിയതുപോലെ ഞാൻ എന്റെ അച്ഛനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിനു ശേഷവും മുടങ്ങാതെ മലകൾ കയറിക്കൊണ്ടിരുന്ന ആചാരങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കർമ്മങ്ങൾക്കോ എന്നെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ തടസ്സങ്ങളെ മാറ്റുവാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതത്തെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. സമാധാനമില്ലാതെ ഞാൻ അലയുവാൻ തക്കവണ്ണം ഇടയായി. ആരോടും പറയുവാൻ കഴിയുന്നില്ല. കാരണം പറഞ്ഞാൽ എന്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുമോ, അവന് കഴിവില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവന് കഴിവില്ലാഞ്ഞിട്ടാണെന്ന് മറ്റൊരാൾ പറയുന്ന അത് കേൾക്കുവാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിൽ അടക്കി ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് മനസ്സിൽ ഇങ്ങനെ ടെൻഷനാ. ആദ്യ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴും എല്ലാവരോടും സന്തോഷത്തോടെ ഇടപെടുമ്പോഴും ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും എന്റെ മനസ്സ് ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് മുമ്പോട്ട് പോവുക. എന്ത് ചെയ്യും? മറ്റുള്ള ഞാൻ നാട്ടിലൊരു ജോലിക്ക് പോകുവാനും കഴിയുന്നില്ല, വിദേശത്ത് പോകുവാനും കഴിയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ വലിയൊരു മദ്യപാനിയൊന്നുമല്ല, എങ്കിലും ഞാൻ അത്യാവശ്യം അന്ന് മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അന്ന്, അതായത് 2013 ഡിസംബർ 31 ഞാൻ എന്റെ ചില കൂട്ടുകാരുമായി മദ്യപിച്ചതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് കടന്നു വന്ന് ഞാൻ കിടന്നുറങ്ങി. അതിന്റെ പിറ്റേ ദിവസം ജനുവരി 2014 ജനുവരി 1 ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു ആലോചന വന്നു. ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എന്റെ ജീവിതത്തിന് ഒരു മാറ്റം വേണം, ജീവിതത്തിന് ഒരു വിടുതൽ വേണം. എന്താണ് ഒരു മാർഗമെന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു വെളിച്ചം പോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്റെ ചിന്തയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ആരും എന്നോട് പറഞ്ഞില്ല,
ആ ദിവസങ്ങളിലോ ആ ആഴ്ചകളിലോ മാസങ്ങളിലോ ഞാൻ ഓരോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളുടെയും പിറകിൽ പോയപ്പോ ആരും എന്നോട് പറഞ്ഞില്ല. പക്ഷെ എന്റെ സഹോദരി എന്നെ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നീ ഒരു ദിവസമെങ്കിലും എന്റെ കൂടെ ആരാധനയ്ക്ക് കടന്നു വാ, നിനക്ക് വിടുതൽ കിട്ടുമെന്ന് പറയുമായിരുന്നു. എങ്കിൽ അവളെ ആ സമയത്ത് ഞാൻ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവൾ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി അവൾ നിരന്തരം, അവളും കുടുംബവും മാമനും കുടുംബമല്ല, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവളും സഭയായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ആചാരങ്ങളുടെ പിറകെയാണ് പോയത്. ആ 2014 ജനുവരി 1 ഞാൻ എനിക്കിങ്ങനെ തോന്നിയ ഒരു മാറ്റം വേണം. എന്ത് ചെയ്യും? ആരോട് പറയും? എന്റെ സഹോദരിയോട് പറയുവാൻ വയ്യ. എന്റെ സഹോദരിയോട് ഈ വിഷയം പറയുവാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വർഷം കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ആ ദൈവത്തിന്റെ അടുത്ത് പോകുവാൻ എനിക്ക് മനസ്സില്ല. അവിടെ പോയാൽ എനിക്ക് അതൊരു കുറച്ചിലായി മാറുമെന്ന് എന്റെ മനസ്സിങ്ങനെ എന്റെ മനസ്സിലെ ഒരു വേദാഭിമാനം എന്നെ ഇങ്ങനെ അതും അലട്ടുന്നു. എന്നാൽ എനിക്കൊരു മാറ്റം വേണം. അങ്ങനെ ഞാൻ എന്റെ ചെറുതിലെ എന്റെ നാട്ടുകാര് പോയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത്. അവിടുത്തെ അനുഭവങ്ങൾ പലവരും എന്നോട് പറഞ്ഞ ഒരു അനുഭവം എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്റെ നാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ 5 ജില്ലകൾ മാറി തൃശ്ശൂര് ചാലക്കുടിയിൽ അവിടെ കടന്നു പോയിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനം കൂടുവാൻ തക്കവണ്ണം ഇടയായി. ആ ധ്യാനം, ആ ഒരാഴ്ച കാലം അത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സന്ദർഭമായിരുന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത്, എനിക്കറിയത്തില്ല, ആരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ അവിടെ ചെന്ന്, അവിടെ ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂര് അവിടെ എത്തുന്നത്. അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒത്തിരി പ്രാർത്ഥനകൾ നടക്കുന്നു. ഞാനും അതിന്റെ കൂട്ടത്തിൽ പോയിരിക്കുവാനായിട്ട് ഇടയായി. അന്ന് ഞായറാഴ്ച ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്ന് മുതൽ അവിടെ ഞായറാഴ്ച വെളുപ്പിന് 6 മണിയുള്ള പ്രാർത്ഥന, ഒരു 10,000-കണക്കിന് ആൾക്കാർ കൂടുന്നതിന്റെ നടുവിൽ ഞാൻ പോയിരുന്നു. ഏകദേശം എന്റെ ഫ്രണ്ടിലും മുമ്പിലും ഒത്തിരി ജനമുണ്ട്. ഏകദേശം നടുവിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയങ്ങളിൽ എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു, ഒരു പൊടിയുടെ അലർജി. ഒരു 10-12 വർഷമായിട്ട് എന്നെ വളരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു അലർജിയാണത്. ഈ അലർജി വന്നു കഴിഞ്ഞാൽ, ഈ പൊടി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഞാൻ തുമ്മും. അതാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ദിവസം ഞാൻ ഒരു പ്രാവശ്യം തുമ്മിയില്ലെങ്കിൽ അന്നത്തെ ദിവസം കുഴപ്പമില്ല. പക്ഷേ രാവിലെ എണീറ്റ് ഞാനൊന്ന് തുമ്മിപ്പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ തുമ്മും. അതൊരു വല്ലാത്ത പ്രശ്നമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ അവിടെ പോകുന്നത്. അവിടെ ചെന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞു. ചൊവ്വാഴ്ച ഞാൻ ആരാധനയ്ക്ക് ഞാൻ അവിടെ ധ്യാനത്തിന് ചെന്നതിന്റെ ചൊവ്വാഴ്ച ദിവസമായപ്പോൾ, ഒരു രാവിലെ 9 മണി സമയമായപ്പോൾ ഇതേ അലർജിയുടെ പ്രശ്നം എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആ 10,000 പേരോളം ഇരിക്കുന്നതിന്റെ ഏറ്റവും നടുക്ക് ഞാൻ ഇരിക്കുകയാണ്. ഒരു പ്രാവശ്യം തുമ്മിപ്പോയാൽ പിന്നെ 1.5 മണിക്കൂർ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് എണീറ്റ് പോകുവാനും കഴിയത്തില്ല. അവിടെ ഇരുന്ന് തുമ്മിയാൽ മൊത്തം ആൾക്കാർക്കും ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ദൈവമെന്നല്ലാതെ ഞാനിങ്ങനെ യേശു ക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നത് അവരിങ്ങനെ മൈക്കിൽ വിളിച്ചു പറയുന്നു. അതിന്റെ സത്യത്തിൽ എനിക്കറിയില്ല. അവിടെ ഓരോരുത്തരും ഇങ്ങനെ ഒരു അസുഖങ്ങൾ ഭേദമായി എന്നൊക്കെ പറയുമ്പോ എന്റെ ഹൃദയത്തിൽ എന്താ ചിന്തയെന്ന് അറിയാമോ? യേശു ക്രിസ്തു എന്നല്ല ഇത് സുഖപ്പെടുത്തുന്നതല്ല. ഇവര് പൈസ കൊടുത്ത്, ഇവര് കൂലിക്ക് ആളിനെ വെച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്നുള്ള ചിന്തയോടെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. ഈ 3-ാമത്തെ ദിവസം ഇരിക്കുമ്പോഴും എന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പോഴും പൂർണ്ണമായ ഒരു വിശ്വാസം എനിക്കില്ല. അന്ന് ആ ചൊവ്വാഴ്ച ദിവസം ഒരു 9 മണിയായപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, എല്ലാവർക്കും സുഖം കൊടുക്കുന്ന, സൗഖ്യം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ എന്റെ ഈ പൊടിയുടെ അലർജി ഒന്ന് മാറ്റി തരാമോ എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, 1 മിനിറ്റ് കഴിഞ്ഞില്ല, എന്റെ ശരീരത്തിൽ വല്ലാതെ ഒരു കാറ്റടിക്കുന്നത് പോലെ ഞാൻ ചുറ്റും നോക്കി, എവിടെയാണ് ഫാൻ ഇരിക്കുന്നത്? പെട്ടെന്ന് എന്റെ ശരീരത്തിൽ കാറ്റടിക്കാൻ
ഒരു എന്തെങ്കിലും സാധ്യത നോക്കിയപ്പോൾ വാതിലൊക്കെ ഒത്തിരി ദൂരെയാണ്, അവിടെ നിന്ന് കാറ്റടിക്കത്തില്ല. ഫാൻ മാറിയിരിക്കുകയാണ്, അവിടെ എന്റെ ശരീരത്തിൽ കാറ്റടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ശരീരത്തിൽ സർവശക്തനായ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. അതേ ആ നിമിഷം എനിക്ക് വന്ന ആ തുമ്മലിന്റെ ബുദ്ധിമുട്ട്, ആ അലർജിയുടെ പ്രോബ്ലം അന്ന് മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. അത് അന്ന് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലാണ് പ്രവർത്തിച്ചത്. എന്റെ ശരീരത്തിലുണ്ടായിരുന്ന അലർജി മാറ്റിയപ്പോൾ എന്റെ ശരീരത്തിലുണ്ടായിരുന്ന, എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പാപത്തെ മാറ്റുവാൻ, എന്റെ ദുസ്വഭാവങ്ങളെ മാറ്റുവാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ചു വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എന്നേക്കുമായി എന്നിൽ നിന്ന് വലിച്ചെറിയുവാൻ എന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസമാണ് ആ ദിവസം എന്ന് പറയുന്നത്. അന്ന് ഞാൻ എന്റെ ദൈവത്തെ രുചിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഒരു ദിവസം പോലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും ഞാൻ പോയി കുമ്പിട്ട് നിന്നിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. എനിക്കന്ന് മനസ്സിലായി, ഇതാണ് ജീവിക്കുന്ന ദൈവമെന്ന്. എന്നാലും അന്നും എനിക്ക് രക്ഷയെ കുറിച്ചൊന്നും അറിയില്ല. ആ ദിവസങ്ങളിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ പിന്നീട് കാണുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതാണ്. ആ സഹോദരിയുടെ ഇവിടെ കഴുത്തിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞു, ഒരു സഹോദരിയുടെ കഴുത്തിൽ ഒരു മുഴയുണ്ട്, അത് മാറിയിട്ടുണ്ട്, അത് മനസ്സിലായ ആളാണെങ്കിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ആ സഹോദരി പോയില്ല, സഹോദരി അറിഞ്ഞില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, ആ സഹോദരി അറിഞ്ഞില്ല. അതിനുശേഷം വൈകിട്ടും ഇതേ കാര്യം പറഞ്ഞപ്പോൾ ആ സഹോദരി തന്റെ കഴുത്തിലേക്ക് തൊട്ടു നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. ഇത് എനിക്ക്, ആ സഹോദരിക്ക് ദൈവം കൊടുത്ത സൗഖ്യമാണെങ്കിലും എന്നെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത അത്ഭുതമായിട്ടാണ് ഞാൻ ഇന്നും അതിനെ കാണുന്നത്. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ക്ഷേത്രങ്ങളിലോ ഒരു ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പിറകെ ഞാൻ പോയിട്ടില്ല. മദ്യപാനം എന്നേക്കുമായി അന്ന് ഞാൻ ഉപേക്ഷിച്ചു. എന്റെ എല്ലാ പാപപ്രവൃത്തികളിൽ നിന്നും, പാപചിന്തകളിൽ നിന്നും, കൂട്ടുകെട്ടുകളിൽ നിന്നും എല്ലാം അതിൽ നിന്ന് അന്ന് മുതൽ ഒരു വിടുതൽ എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. പിന്നീട് എന്റെ നാട്ടിലാവട്ടെ വേറെ എവിടെയെങ്കിലും ആവട്ടെ, മദ്യസേവ നടക്കുന്നിടത്തോ അറിഞ്ഞുകൊണ്ട് ഞാൻ പോകത്തില്ല. അറിയാതെ ചിലപ്പോൾ പെട്ടുപോയാൽ, ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് കടന്നു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഇരുന്നാലും ഞാൻ അതിൽ നിന്ന് പങ്കെടുക്കുകയോ അതിൽ ഒരു ഷെയർകാരനാവാനോ ഒരിക്കലും സ്വർഗത്തിലെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല എന്നത് ഞാനിപ്പോ പറയുകയാണ്. ഒരു പ്രാവശ്യം മാത്രം പിന്നീട് ഒരു നിർബന്ധത്തിന് വഴങ്ങി ഒരു സ്വല്പം ഒന്ന് രുചിച്ചു നോക്കുവാൻ ഇടയായി. അന്ന് എന്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം നിറയുവാനും അന്ന് അവിടെ വെച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു. ആരുടെയെങ്കിലും നിർബന്ധത്താലോ ഒന്നും ഇനി എന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഈ മദ്യം ഞാൻ തൊടത്തില്ല എന്ന് അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അന്ന് ഞാൻ ചെയ്തത് ദൈവത്തോട് ചെയ്ത പാപമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ എന്റെ സർവശക്തനായ ദൈവം എനിക്ക് ഇടയാക്കി. അന്ന് എന്റെ ബലഹീനത നിമിത്തം അന്ന് ഞാൻ രുചിച്ചു നോക്കിയെങ്കിലും അതേ ആ ദാവീദിന് സംഭവിച്ചതുപോലെ പൂർണ്ണമായ ഒരു മാനസാന്തരം എനിക്ക് ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് മുതൽ ഇന്ന് വരെയും മദ്യമാവട്ടെ, മയക്കുമരുന്നാവട്ടെ, സിഗരറ്റ് ആവട്ടെ, അങ്ങനെ യാതൊന്നും ഉപയോഗിക്കുവാനോ അതിന്റെ പിന്നാലെ പോകുവാനോ ദൈവം എന്നെ ഇടയാക്കിയിട്ടില്ല. മയക്കുമരുന്നൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഉപയോഗിക്കാതിരിക്കാനോ ദൈവം എന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ പോകാതിരിക്കാനും സർവശക്തനായ ദൈവം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചു. എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഇനി ഈ ദൈവത്തെ വിട്ടൊരു ജീവിതമില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു. അവിടുന്ന് കടന്നു വരുമ്പോൾ അവിടെ എനിക്ക് വേറെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തില് അന്നും എനിക്ക് പോകുവാനായിട്ട് മടിയാണ്. കാരണം എന്റെ സഹോദരിയെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്, എന്റെ സഹോദരിയെ ഞാൻ പരിഹസിച്ചുകൊണ്ടിരുന്നതാണ്, അവരെല്ലാം നിന്ദിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകാനോ കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുവാനോ ഞാൻ പോകുവാൻ എനിക്ക് മടിയായിരുന്നു. എന്നാൽ ഈ സഹോദരി പലപ്പോഴും എന്നെ കാണുന്നത് രാവിലെ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് വൃത്തിയായി
ആ ദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും പോയി എല്ലായിടത്തും പോയതിനു ശേഷം വന്നിട്ടേ ഞാൻ എന്തെങ്കിലും ആഹാരം പോലും കഴിക്കുകയുള്ളൂ. എന്നാൽ പിന്നീട് ഇവൾക്ക് മനസ്സിലായി, എന്റെ സഹോദരിക്ക് മനസ്സിലായി, ഇവൻ എന്തോ ഒരു മാറ്റം വന്നല്ലോ. ഇവനിപ്പോ രാവിലെ ഒരു ക്ഷേത്രങ്ങളിലോ ഒരു അമ്പലങ്ങളിലോ ഒരു ആചാരങ്ങളുടെ പിറകെ ഇവൻ പോകുന്നില്ല. എന്താണ് മാറ്റം എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി യേശു ക്രിസ്തുവിനെ ഇവൻ അറിഞ്ഞു. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. പക്ഷേ യഥാർത്ഥ മാർഗത്തിലേക്ക് യേശു ക്രിസ്തു തന്റെ ഹൃദയത്തിലുണ്ടെന്ന് എനിക്ക് അന്നും ഇന്നും വിശ്വാസമുണ്ട്. പക്ഷേ ശരിയായ വഴിയിലേക്ക് മാർഗത്തിലേക്ക് കടന്നു വരുവാൻ അന്നും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക ചർച്ചകളിലൊക്കെ ഞാൻ പോയിരുന്ന ഒരു പരിചയമുള്ളത് കൊണ്ട് എല്ലാ കത്തോലിക്ക സഭകളിലും കത്തോലിക്ക ചർച്ചകളിലും ഞാൻ കടന്നു പോകുന്ന അനുഭവം അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ യേശുക്രിസ്തുവിനെ അറിഞ്ഞത് മുതൽ ഞാൻ ആ മാർഗത്തിലൊക്കെ പോകുകയാണ്. ഈ സഹോദരിയുടെ മാർഗത്തിൽ മാത്രം പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എനിക്ക് താന്നു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്റെ വിസ 2014 ഏപ്രിൽ മാർച്ച് മാസത്തോടുകൂടി എനിക്ക് വീണ്ടും എന്റെ ഒരു സുഹൃത്ത് വിസ ശരിയാക്കി തരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞാൻ കടന്നു പോകുവാനായിട്ട് ഞാൻ തീരുമാനിച്ച് ഞാൻ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഞാൻ എന്റെ സഹോദരിയോട് ഇങ്ങനെ വിഷയം പറഞ്ഞ് ഞാൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ എന്തായാലും നീ പോകുന്നു, ഞാനൊരു ചൊവ്വാഴ്ച മറ്റോ വ്യാഴാഴ്ച ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, നീ എന്തായാലും നീ പോകുന്നു, നീ ഇപ്പൊ ക്ഷേത്രങ്ങളിലൊന്നും പോകുന്നില്ല, നീ ഒരു ദിവസം എന്റെ കൂടെ ആരാധനയ്ക്ക് വരണമെന്ന് എന്നോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ അന്ന് കടന്നുപോയി അവളുടെ കൂടെ. ഞാൻ കുടുംബവും അവളുടെ കൂടെ അന്ന് ആരാധനയ്ക്ക് കടന്നുപോയി. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, അതിന്റെ തലേ ദിവസം ഇവൾ സഭയിലും അവൾക്കറിയാവുന്ന എല്ലാ വിശ്വാസികളും എടുത്ത് വിളിച്ചു പറഞ്ഞു, എന്റെ സഹോദരൻ ഇന്ന് വരുന്നുണ്ട്, അവനൊരു മാനസാന്തരമുണ്ട്, അവൻ ഇന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് കടന്നു പോകാവൂ. അവന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ പഴയ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പുറകെ പോകുവാൻ ദൈവം ഇടയാക്കാതിരിക്കാൻ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് തലേ ദിവസം എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാം ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരാണ്. ആ ദിവസങ്ങളിൽ അവർ ശക്തമായി പ്രാർത്ഥിച്ചു. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അന്ന് കടന്നുപോയി. ഞായറാഴ്ച അങ്ങനെ അവിടെ ചെന്നു. അവിടുത്തെ ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് PA എബ്രഹാം എന്നാണ്. അദ്ദേഹം ആറ്റിങ്ങലിന്റെ പ്രദേശത്ത് കടന്നു വന്ന ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ ഞാൻ അന്ന് കടന്നുപോയപ്പോൾ അന്ന് അദ്ദേഹം രക്ഷയെ കുറിച്ച് വളരെ സവിസ്തരം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതൊന്നും എന്റെ മനസ്സിൽ എന്റെ തലയിൽ കയറിയില്ല. അവർ പറയുന്നതൊന്നും എനിക്ക് ശരിയായിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. പക്ഷേ അവരിങ്ങനെ പറഞ്ഞു, ഈ രക്ഷിതാവിനെ, ഈ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ ങ്ങളും പ്രതിസന്ധികളും നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുണ്ട്. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ ഈ രക്ഷിതാവിനെ നീ ഏറ്റെടുത്ത് നീ ഏറ്റുപറയണം. നിന്റെ നാവ് കൊണ്ട് നീ വിശ്വസിക്കുന്നത് നിന്റെ നാവ് കൊണ്ട് ഏറ്റുപറയണമെന്ന് വളരെ ശക്തമായിട്ട് സുവിശേഷം എന്നോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ചിന്ത, ഞാനിപ്പോൾ യേശു ക്രിസ്തുവിനെ അല്ലാതെ ആരെയും ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ വേറെ ആരെയും ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തു മാത്രമേ എന്റെ ഹൃദയത്തിലുള്ളൂ. ആ മാർഗത്തിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ മദ്യപാനമില്ല, ചീട്ടുകളില്ല, യാതൊരു ദുശീലങ്ങളും എന്റെ ജീവിതത്തിൽ ഇല്ല. പിന്നെ എന്തിന് ഞാൻ ഇങ്ങനെ ഏറ്റുപറയണം? ഇവർ പറയുന്നത് പോലെ ഏറ്റുപറയാൻ എനിക്ക് സൗകര്യമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആലയത്തിൽ ഇരിക്കുക. അന്നേരം എന്റെ കയ്യിൽ ബൈബിളില്ല. പെട്ടെന്ന് എന്റെ സഹോദരിയുടെ മകൾ ഓടി വന്ന് ഒരു ബൈബിൾ എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് അവൾ അവിടെ പോയി ഇരിക്കുക. അവളെ ചെറിയ കുഞ്ഞ അവിടെ പോയി ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഞാനിങ്ങനെ ഇവരെ സഭയായിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് യേശുയുടെ അനുഭവത്തിലേക്ക് വരാൻ സഭയായിട്ട് ഒരുമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് എന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു തീ കത്തുന്ന ഒരു അനുഭവം. ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പരിചയമില്ലാതെ, എന്റെ സഹോദരിക്കും കുടുംബത്തിനും അല്ലാതെ ആർക്കും എന്നെ അറിയത്തില്ല, ഒരു പരിചയമില്ല. പക്ഷെ അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണീരോട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ആയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആ ബൈബിൾ പിടിച്ച് അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു പ്രേരണ. ഞാൻ വിചാരിച്ചു, എന്നാൽ തിരുവചനം ബൈബിൾ എടുത്തൊന്ന് തുറന്നു നോക്കാം, ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം, ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് ഇത് എണീറ്റ്
പറയാനായിട്ട് ഒരു പ്രചോദനം ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുള്ള ചിന്തയോടെ ഞാൻ അതെടുത്ത് തുറന്നു നോക്കുവാൻ തക്കവണ്ണം ഇടയായി. എനിക്ക് കിട്ടിയത് യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനോ നിന്നെ സൃഷ്ടിച്ചവനുമായ ദൈവം അരുളി ചെയ്തു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന്. നീ എനിക്കുള്ളവൻ തന്നെ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ശക്തി എന്റെ മേൽ പ്രവേശിക്കുന്നത് പോലെ ഞാൻ ചാടി എണീറ്റു. ഹല്ലേലൂയ. പിന്നീട് എനിക്ക് ഒന്നും ചിന്തിക്കുവാനോ ഒന്നും എനിക്ക് ആലോചിക്കുവാനോ ഇല്ലായിരുന്നു. കാരണം ദൈവമാണ് എന്നോട് സംസാരിച്ചത്. അതെ, 850 കോടി ജനമുള്ള ഈ ദേശത്ത് എന്നോട് വ്യക്തിപരമായി എന്റെ പേര് ചൊല്ലി വിളിക്കുവാൻ ശേഷിയുള്ള ഒരു ദൈവം എന്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറയാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ദൈവത്തെ വേണം. ഹല്ലേലൂയ. ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് ആ ദേവദാസൻ എനിക്ക് രക്ഷയുടെ അനുഭവം ചൊല്ലിത്തരുവാൻ തക്കവണ്ണം ഇടയായി. അത് ഞാൻ ഏറ്റു പറഞ്ഞു. രക്ഷിക്കപ്പെട്ടോ? അത് രക്ഷയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എങ്കിലും എന്റെ ദൈവത്തെ ഞാൻ അത് ഏറ്റു പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതാണ് രക്ഷ, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും നിന്നോട് നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയണം, നീ രക്ഷിക്കപ്പെട്ടതാണ്. ഇന്ന ദിവസം നിന്റെ ദൈവത്തെ നീ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന് നീ പറയണമെന്ന് എന്നോട് എന്റെ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് ആ ഞായറാഴ്ച കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ദിവസം ഞാൻ ഈ നാട്ടിൽ നിന്ന് വീണ്ടും ബഹറിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയത് എന്റെ മാമൻ ആരാധിക്കുന്ന ചർച്ചിലാണ് ഞാൻ കടന്നുപോയത്. 12 വർഷങ്ങൾക്ക് മുമ്പേ 2002-ൽ ഞാൻ ഗൾഫിന്റെ പ്രദേശത്ത് ആദ്യമായി എത്തുമ്പോൾ ആ പിറ്റേ ദിവസം ഞാൻ എത്തിയതിന്റെ പിറ്റേ ദിവസം എന്റെ അടുത്ത് വന്ന എന്നോട് സുവിശേഷം പറഞ്ഞ സഹോദരന്മാർ, ഞാൻ 2014-ൽ ഞാൻ ആ ആലയത്തിൽ കടന്നു ചെന്ന ആദ്യത്തെ രക്ഷിക്കപ്പെട്ടിട്ട് ആദ്യത്തെ ആഴ്ച ആരാധിക്കുവാൻ ഗൾഫിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ സഹോദരന്മാർ അവിടെ നിരന്നിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. സർവശക്തൻ എത്ര മഹത്വമുള്ളവനാ അല്ലേ? ഹല്ലേലൂയ. 2002-ൽ വിതച്ചിട്ട് പോയ വിത്ത്, സുവിശേഷത്തിന്റെ വിത്ത് മുളയ്ക്കുന്നത് കാണുവാൻ ആ സഹോദരന്മാരെ ആ കർത്താവ് ഉപയോഗിച്ചു. അവരെ ഒപ്പം ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അന്ന് അതൊരു തുടക്കമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി അവർ ചെയ്തത് എത്ര മഹത്വകരമായ ഒരു സുവിശേഷ വേലയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ പിന്നീടുള്ള ഒരു ആരാധനയും ഞാൻ മുടക്കിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. എന്റെ ജോലി എത്ര തിരക്കുള്ള ജോലിയാണെങ്കിലും ആരാധന അത് മുടക്കാൻ എനിക്ക് മനസ്സില്ല. എല്ലാ ആരാധനയ്ക്കും ഞാൻ കടന്നു പോകും, എല്ലാ ഇട മീറ്റിങ്ങുകൾക്കും കടന്നു പോകും, എല്ലാ ഭവന മീറ്റിങ്ങുകൾക്കും കടന്നു പോകും. എനിക്ക് ചില സമയത്ത് വണ്ടിയില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചു പറയും എനിക്ക് വരണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരന്മാർ വണ്ടിയും കൊണ്ടുവരും, എന്നെയും കൊണ്ടുപോകും. പിന്നീട് ആയപ്പോഴത്തേക്ക് എല്ലാ സഹോദരന്മാരും എന്നെ മത്സരിച്ച് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി. പിന്നീട് ദൈവം എനിക്ക് വാഹനം തന്നു, എല്ലാ സ്ഥലത്തും എനിക്ക് തന്നെ എത്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഈ ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഉച്ചവരെ ഓവർ ടൈമാണ്. ഉച്ച കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം ഈ സഹോദരന്മാർ അന്ന് 2002 സുവിശേഷം പറഞ്ഞ സഹോദരന്മാർ അതുവരെയും ഒരാഴ്ച പോലും മുടക്കാതെ എല്ലാ ആഴ്ചകളിലും സുവിശേഷം പറയുവാനായിട്ട് ഈ വെള്ളിയാഴ്ച അവധി ദിവസം വൈകിട്ട് കടന്നു പോകുന്ന ഒരു പതിവുണ്ട്. അത് മനസ്സിലാക്കിയ ഞാൻ ഒന്നും അറിയില്ലെങ്കിലും ഇവരോട് ചേർന്ന് ഞാൻ സുവിശേഷം പറയുവാനായിട്ട് ഇവരെ കൂടെ പോകും. എനിക്ക് ഒന്നും അറിയത്തില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവരോട് കൂടെ പോകുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്ത ഒരു സംതൃപ്തിയാണ്. ഒരാളെടുത്തെങ്കിലും ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു സമാധാനം, സന്തോഷം എന്റെ ഹൃദയത്തെ ഭരിക്കും. അതുകൊണ്ട് ഞാൻ ഇവരോട് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകും. ആരെങ്കിലും ഹിന്ദു മാർഗത്തിലുള്ള അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനെ തർക്കിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ചിരിയാണ്. ഒരു കാലത്ത് ഞാൻ നിന്നെ പോലെ ആയിരുന്നു സഹോദര എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരും. ഞാൻ അവസാനം പറയും, സഹോദരൻ പറഞ്ഞതിലൊന്നും തെറ്റില്ല, ഞാനും ഇങ്ങനത്തെ വ്യക്തിയായിരുന്നു, ഞാൻ ഇതിനേക്കാൾ പ്രതികരിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തെയാണ്, ഈ സത്യദൈവത്തെ ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ സമാധാനത്തോടെ നിൽക്കുന്നതെന്ന് പലരോട് പറയുവാൻ എനിക്ക് അത്രേ പറയുവാൻ അറിയുള്ളൂ. എനിക്ക്
ഈ കർത്താവ് സമീപിച്ച രീതി, എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ എല്ലാവരോടും പറയും. കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാ സഹോദരങ്ങളോടും പറയും, എന്റെ കൂട്ടുകാരോട് പറയും, എന്റെ പരിചയക്കാരോട് പറയും. പല പല വ്യക്തികൾ അതേ നാമമാത്ര ക്രിസ്ത്യാനികളോട് പറയുമ്പോൾ അവർ ഇങ്ങനെ വളരെ വളരെ ഇതായിട്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ ശരീരമൊക്കെ വല്ലാതെ വരുന്നു എന്ന് പലപ്പോഴും പലരും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്തൊരു ഊർജമാ ഈ ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ട്. ആ ദിവസങ്ങളിൽ എന്റെ മുൻ ജീവിതം അറിയുന്ന ആ നാട്ടിലെ ആ ബഹറിന്റെ പ്രദേശത്തിലെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം എന്നെ പിന്നീട് അതിന് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഉള്ള ജീവിതവും അതിനുശേഷമുള്ള ജീവിതവും അവർ വളരെ രീതിയിൽ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ഈ ബൈബിൾ എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലോ ഏതെങ്കിലും ഒരു സഞ്ചിക്കകത്തോ മടക്കി വെച്ചിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് കണ്ടിട്ട് ഇവരെല്ലാം അവിടെ കൂടി നിന്ന് എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇങ്ങനെ കളിയാക്കുന്നത് എനിക്ക് മനസ്സിലായപ്പോൾ പിന്നീട് ഞാൻ എന്തോ ചെയ്തതെന്നറിയാമോ? ഈ കവറെല്ലാം ഉപേക്ഷിച്ചിട്ട് ബൈബിൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ നടന്നു പോകുവാൻ, അവരുടെ മുമ്പിൽ കൂടി നടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ നിന്ദിച്ചാലും കുഴപ്പമില്ല, പരിഹസിച്ചാലും കുഴപ്പമില്ല, ഈ ദൈവത്തെയാണ് ഞാൻ പിൻപറ്റുകയുള്ളൂ, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അവർക്ക് ഒരു സാക്ഷ്യമായി മാറുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായത്. പിന്നീട് പലവട്ടം എന്നെ ആ ദിവസങ്ങളിൽ അവർ കളിയാക്കിയെങ്കിലും പിന്നീട് ഒരിക്കലും അവർക്ക് എന്നെ കളിയാക്കുവാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം അവർക്ക് മനസ്സിലായി, ഇനി ഇവനെ പിന്തിരിപ്പിക്കാനോ ഇവനോട് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല, അവനായി അവന്റെ പാടായി എന്നുള്ള ചിന്തയിൽ അവർ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എനിക്ക് ഒരു മകൾ ജനിച്ചു. 2.5 വയസ്സ് പ്രായമായപ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ട് 3-4 മാസങ്ങൾ മാത്രം ആയപ്പോഴാണ് എന്റെ മകൾക്ക് 2.5 വയസ്സായത്. ആ സമയത്ത് ഞാൻ ബഹറിന്റെ പ്രദേശത്താണ്. അന്ന് എന്റെ കുഞ്ഞിന് ഒരു അസുഖം വരുവാൻ തക്കവണ്ണം ഇടയായി. ആ കുഞ്ഞിനെ ആദ്യം ഒരു പനിയായിട്ടാണ് വന്നത്. പനിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ വർക്കല ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ ചെന്നപ്പോൾ ആ കുഞ്ഞിന് ആദ്യം പനിയാണെന്ന് വിചാരിച്ചു. എന്നാൽ അന്ന് അതിന്റെ പിറ്റേന്ന് നോക്കിയപ്പോൾ അവൾക്ക് ഓരോ ലക്ഷണങ്ങൾ മാറി മാറി വരാൻ തുടങ്ങി. ആദ്യം അവളുടെ കണ്ണുകൾ ചുമക്കുവാനും ചുണ്ടൊക്കെ ചുമക്കുവാൻ തക്കവണ്ണം ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാറി വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇനി ഇവിടെ നിന്ന് നോക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോ, അവിടെ കുറച്ചുകൂടി നല്ല ചികിത്സ കിട്ടും എന്ന് പറഞ്ഞ് ആ രോഗത്തിന് അവർ പറഞ്ഞത് കവാസാക്കി ഡിസീസ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞതിനെ കുറിച്ച് വിശദമായിട്ട് എനിക്ക് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. എന്നാൽ ഈ രോഗത്തെ കുറിച്ച് ഞാൻ എന്റെ അവിടെ ബഹറിലുള്ള കൂട്ടുവിശ്വാസികളോട് ഞാൻ പലരോടും പറഞ്ഞു, ഇങ്ങനെ ഒരു രോഗത്തെ കുറിച്ച് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, എന്ത് വേണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്റെ കുഞ്ഞിനെ. അപ്പോൾ ഈ സഹോദരങ്ങളെ പലരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ അവരെന്നോട് ഒരു ദിവസം പറഞ്ഞു, സഹോദര ഒരു കാര്യം ചെയ്യ്, എന്തായാലും ലീവ് എടുത്തൊന്ന് നാട്ടിൽ പോയി കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണാൻ, എന്തെങ്കിലും സാമ്പത്തിക സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം, ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ എടുത്തു തരാം എന്ന് എന്റെ ആ സഹോദരങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു ചെറിയ നിസ്സാരമായ കേസല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് 3-4 മാസമായപ്പോൾ തന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇവരെന്നോട് പറഞ്ഞതെന്ന് അവർക്ക് വ്യക്തമായിട്ട് പറയാനും പറ്റുന്നില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയൊന്നും നോക്കണ്ട, എന്തായാലും നാട്ടിലേക്ക് പോവാ. അന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ ക്രമീകരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ എന്റെ ചിന്ത എന്താണെന്നറിയുമോ? ഞാൻ അതിനു മുമ്പേ അവിടെ നിന്ന് സമ്പാദിച്ച കുറെ വസ്തുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ വിറ്റിട്ടാണെങ്കിലും കുഞ്ഞിനെ നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നാണ് എന്റെ ഹൃദയത്തിൽ ഞാൻ തോന്നിയത്. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു സമൂഹം, ഞങ്ങളെ അറിയാത്ത, ഞങ്ങളുടെ യാതൊരു പരിചയമില്ലാത്ത ഒത്തിരി സഭകൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഈ കുഞ്ഞിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ വിശ്വാസികൾ തമ്മിൽ പറഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതെ, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്ന് 10 ദിവസം കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. 10 ദിവസമായിട്ടും ഓരോ രോഗലക്ഷണം കാണുന്നത് കൊണ്ട് ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നതല്ലാതെ ഒരു മരുന്നും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി. ഇത് ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ടാണോ? അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, കുഞ്ഞിനെയും കൊണ്ട് നേരെ കിംസിൽ പോയി അവിടെ അഡ്മിറ്റ് ആക്കുവാൻ തക്കവണ്ണം ഇടയായി.
ഈ ദിവസങ്ങളിൽ സ്നാനപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹം എന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൾഫിൽ വെച്ച് സ്നാനപ്പെടണമോ നാട്ടിൽ വെച്ച് സ്നാനപ്പെടണമോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും നാട്ടിൽ വെച്ച്, ഞാൻ രക്ഷിക്കപ്പെട്ട സഭയിൽ വെച്ച് സ്നാനപ്പെടാമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞുമായിട്ട് ഞാൻ കിംസിലേക്ക് കടന്നു പോകുമ്പോഴും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, എന്തോല്ല വല്ലാത്ത ഒരു സമാധാനം എന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. കാരണം ഈ കുഞ്ഞിന്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്ക് അത്രത്തോളം ടെൻഷൻ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ സത്യമാണ്. കാരണം വല്ലാത്തൊരു സമാധാനം ദൈവം എന്റെ ഹൃദയത്തെ നിറച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ആ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ 10 ദിവസത്തോളം ഞങ്ങൾ അവിടെ അഡ്മിറ്റായി അവിടെ കിടക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനെ കുറിച്ച് ഡോക്ടറിനോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ കിടക്കുന്നു, ഞങ്ങൾ ടൂറിന് വന്നതല്ല, എന്റെ കുഞ്ഞിന് എന്താണ്, നിങ്ങൾ ഒരു മരുന്ന് പോലും കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വ്യക്തമായിട്ട് ഈ അസുഖത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷമേ അതിന് മരുന്ന് കൊടുക്കുവാൻ കഴിയുള്ളൂ എന്ന് അവര് പറയുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ആ കുഞ്ഞ് അവിടെ കിംസില് 10 ദിവസം കിടന്നു, മെഡിക്കൽ കോളേജിൽ 10 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഒരു മരുന്ന് പോലും കൊടുക്കാതെ എന്റെ കുഞ്ഞ് പൂർണ്ണമായിട്ടും സുഖപ്പെടുവാൻ തക്കവണ്ണം സർവേശ്വരൻ കൃപ ചെയ്തു. ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളെക്കാൾ ഞങ്ങളുടെ സഭാ വിശ്വാസികൾ, ഞങ്ങളെക്കാൾ ഞങ്ങളെ അറിയാത്തവർ, ഞങ്ങളെ ഒരു പരിചയമില്ലാത്തവർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതാണ് ഈ പെന്തക്കോസ്ത് സമുദായത്തിന്റെ, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. ഒരു വ്യക്തിയെ കുറിച്ച് മറ്റുള്ളവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയത്തെ കുറിച്ച് ഐക്യമത്യപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് ചെയ്തു തരുമെന്നുള്ള വസ്തുത മനസ്സിലാക്കി ദൈവമക്കൾക്ക് ഒത്തൊരുമിച്ച് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം സ്വർഗം തുറന്ന് ആ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അതേ സഹോദരങ്ങളെ, ഈ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യമാകുവാൻ തക്കവണ്ണം ഇടയായി. കുഞ്ഞിന് കണ്ടുവന്ന എല്ലാ രോഗലക്ഷണങ്ങളും അപ്രത്യക്ഷമായി. കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല എന്ന് കിംസിലെ ഡോക്ടർമാർ വിധി എഴുതി. അവർ പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒന്ന് ഹാർട്ട് ഒന്നുകൂടെ എക്കോ ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ അന്ന് കടന്നുപോയത് അതിന്റെ പിറ്റേ ദിവസം സ്നാനത്തെ ക്രമീകരിച്ചുകൊണ്ടാണ്. പിറ്റേ ദിവസം ഞങ്ങൾ വെള്ളത്തിൽ എന്റെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം, ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയാകുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങൾ 2014 ഞാൻ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഈ കുഞ്ഞിനെ കൊണ്ട് എന്റെ കുഞ്ഞിനെ ആദ്യം പരിശോധിച്ച ആശുപത്രിയിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ ആ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് അറിയണ്ടേ? ഈ കുഞ്ഞിനെ ഇനി നല്ല രീതിയിൽ ഒരു നല്ല ജീവനോടെ ഒന്ന് കാണുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞത് എന്ന്. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തു. ദൈവം അത്ഭുതം ചെയ്തതാണ് എന്റെ കുഞ്ഞിന്റെ വിടുതൽ എന്ന് പറയുന്നത്. ഇതെന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എന്റെ ഹൃദയം അറിയുന്നു, എന്റെ ജീവനെ ദൈവം അറിയുന്നു എന്നുള്ളതാണ്. അതെ പ്രിയമക്കളെ, ഇന്ന് എന്റെ മകൾക്ക് 13 വയസ്സുണ്ട്. ആ മകൾ ആരോഗ്യത്തോടെ ഇന്ന് ഇരിക്കുന്നു. സർവശക്തന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ഞാൻ പിൻപറ്റുമ്പോൾ ഇന്ന് ഞാൻ ഒരു സുവിശേഷകനായിട്ട് ഞാൻ ഓടി നടന്ന് ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. തെരുവോരങ്ങളിലാണ്, പരസ്യയോഗങ്ങളിലാണ് എനിക്കിന്ന് ഏറ്റവും കൂടുതൽ ദൈവത്തെ ഘോഷിക്കുവാനുള്ളത്. അതെ, എന്നോട് ദൈവം പറഞ്ഞത്, നീ ജാതികളുടെ ഇടയിൽ പോയി എന്നെ കുറിച്ച് പറയുക എന്നുള്ളതാ. എനിക്ക് ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രി എന്നാണ് അതിന്റെ പേര്. കുറച്ച് സഹോദരന്മാർ ചേർന്ന്, കുറച്ച് പാസ്റ്റർമാർ ചേർന്ന് അവർ അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുത്തു. അതിന്റെ ആശയം എന്ന് പറയുന്നത്
പരസ്യയോഗങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ പരസ്യയോഗങ്ങൾ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജൂനിയറായിട്ട് ബൈബിൾ കോളേജിൽ എന്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നമുക്ക് പരസ്യയോഗം ചെയ്യണമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ പരസ്യയോഗ ടീമിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഇന്ന് അതൊരു നല്ല പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൺ ഡേ കൺവെൻഷനുകൾ, ഇന്നലെ അതുപോലെ വളരെ വളരെ 3-4 ദിവസത്തെ കൺവെൻഷനുകൾ നടത്താൻ കഴിയുന്ന വിധത്തിലേക്ക് ആ മിനിസ്ട്രിയെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു കാലത്ത് ദൈവത്തെ നിന്ദിച്ച് അവമാനിച്ച് കളിയാക്കി പരിഹസിച്ച ഈ യേശുവിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ മാർഗത്തിൽ തന്നെ ഞാൻ സഞ്ചരിച്ചുകൊണ്ട് ഇന്ന് തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് തെരുവോരങ്ങളിൽ നിന്ന് ഞാൻ പ്രസ്താവിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചു. ആ യേശു ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ ഈ ലോകത്ത് എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പലപ്പോഴും 25-ന്റെ 30 കോടിയുടെ ലോട്ടറി ഓരോരുത്തർക്ക് അടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അവർ എന്നോട് വന്നിട്ട് ഇതാ എനിക്ക് അടിച്ചു എങ്കിൽ, ആരെങ്കിലും എന്നോട് വന്നിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പറയും, എന്റെ ജീവിതത്തിൽ ഭാഗ്യം ഇന്നല്ല അടിച്ചത്, 2014-ലാണ്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഒരുവന്റെ ജീവിതത്തിൽ കിട്ടാനില്ല എന്ന് ഞാൻ പറയുമെന്ന് പലപ്പോഴും ചിന്തിക്കും. അതേ, ആ ഭാഗ്യത്തെ കുറിച്ച്, ആ സത്യത്തെ കുറിച്ച്, അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഇന്ന് തെരുവോരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ എനിക്കൊരു മടിയുമില്ല. ഞങ്ങളെ നോക്കി ആളുകൾ പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ അവരെ നോക്കിയിട്ട് ഞാൻ ഹൃദയത്തിൽ പറയും, സഹോദര, നീ ദൈവത്തിനുള്ളതാണ്. നിന്നെ പോലെ പരിഹസിച്ചിരുന്ന, നിന്ദിച്ചിരുന്ന, അപമാനിച്ചിരുന്ന എന്റെ ദൈവം ഇന്ന് വിളിച്ച് തെരുവോരങ്ങളിൽ നിർത്തിക്കൊണ്ട് ഈ യേശു ക്രിസ്തു മാത്രമേ ഏക സത്യദൈവം എന്നുള്ളെന്ന് ഞാൻ പ്രസംഗിക്കുവാൻ എന്റെ ദൈവം എന്നെ ഇടയാക്കിയെങ്കിൽ നാളെ സഹോദര, നീയും എന്റെ ഒപ്പം വന്നിരുന്ന് ആരാധിക്കേണ്ടവനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ പുച്ഛിക്കത്തില്ല, നിന്നെ ഞാൻ കളിയാക്കത്തില്ല. നീ എന്നെ ഒന്ന് അടിച്ചാൽ പോലും ഞാൻ നിന്നെ തിരിച്ചടിക്കില്ല എന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു പോകാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഒരുപാട് പരസ്യ യോഗങ്ങളിൽ നമ്മളെ അപമാനിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം അവരുടെ ഹൃദയത്തിൽ ഒരിക്കൽ ദൈവത്തിന്റെ വിത്ത് മുളയ്ക്കുക തന്നെ ചെയ്യും. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വിത്ത് മുളച്ചുവെങ്കിൽ അവരുടെ ഹൃദയങ്ങളും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വിത്ത് മുളയ്ക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അതെ, ഇന്ന് ഗൾഫിന്റെ ജോലികളെല്ലാം മതിയാക്കി ഞാൻ നാട്ടിൽ നിൽക്കുകയാണ്. ഞാൻ നാട്ടിൽ നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരു വല്ലാത്ത ഒരു കുടുക്കിൽ അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഞാനൊരു ചിട്ടിയിൽ ഏർപ്പെട്ടു. ആ ചിട്ടി കാശ് പിടിച്ച് നാട്ടിൽ പോകാമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ആ ചിട്ടിയുമായിട്ട് ആ സഹോദരൻ മുങ്ങുവാൻ തക്കവണ്ണം ഇടയായി. കുറെ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ലക്ഷങ്ങൾ കൊണ്ട് അവൻ പോയപ്പോഴും എനിക്ക് ആ സഹോദരനോട് ഇന്ന് വരെയും എനിക്കൊരു ദേഷ്യം തോന്നിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് ഞാൻ അറിയത്തില്ല, എങ്കിലും എനിക്ക് എന്താണെന്നറിയത്തില്ല. ഇന്നും എന്നെ പറ്റിച്ചു കൊണ്ടുപോയതിന് എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഞാൻ ഇന്ന് നാട്ടിൽ വന്ന് നിന്നതുകൊണ്ട് എനിക്ക് അത്ഭുതകരമായ പ്രവൃത്തികൾ ദൈവത്തിന്റെ കാണുവാനിടയായി. എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ പോവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ഈ ദൈവത്തിന്റെ വചനം ഒന്ന് യാദൃച്ഛിക പഠിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത തോന്നിയിട്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള അൽഫ ബൈബിൾ കോളേജിൽ കടന്നു ചെന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ PJ ഡാനിയൽ സാർ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സുവിശേഷം ഞങ്ങളെ വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആദ്യം കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെ പോയിട്ട് CTH പൂർത്തിയാക്കി, GTH പൂർത്തിയാക്കി, BTH പൂർത്തിയാക്കി. ഇന്ന് MDക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിയമക്കളെ, ഇന്ന് ഞാനിത് പഠിക്കുവാൻ നാട്ടിൽ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ പരസ്യയോഗങ്ങളെല്ലാം ചെയ്ത് ആ ഒരു മിനിസ്ട്രിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു, പരസ്യങ്ങൾ ചെയ്യുന്നു, തിരുവചനം പഠിക്കുന്നു. ഇതൊക്കെ
എന്റെ ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ദൈവത്തിന്റെ ഹിതമാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് എനിക്കൊന്ന് അറിയാൻ വയ്യ. അത് എങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടാണോ ഞാൻ ഇത് ചെയ്യുന്നത്, ദൈവത്തിന്റെ ആഗ്രഹമാണോ ഇത് ചെയ്യുന്നത് എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു. മനസ്സിലായി ഇതെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിന്റെ ഹിതം ഇതാണെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നത്. എന്നെ അറിയാതെ, എന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് എന്നെ ഈ ആഴ്ച ആരെങ്കിലും വിളിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ചിന്ത എനിക്ക് ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു ചിന്ത അറിയാവൂ. വേറൊരു വ്യക്തിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ദിവസം ഞാൻ നോക്കട്ടെ, പിറ്റേ ദിവസം നോക്കിയപ്പോൾ ബൈബിൾ കോളേജിൽ സീനിയറായ പാസ്റ്റർ ജോസഫ് ഡേവിഡ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വർക്കല മൂങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചെറിയ പുതിയ പ്രവർത്തനമുണ്ട്, അവിടെ ആ പാസ്റ്ററെ ഒന്ന് സഹായിക്കാൻ ചെല്ലാമോ എന്ന്. ആ ചോദ്യം ആ പ്രിയ സഹോദരനാണ്, പ്രിയ പാസ്റ്ററാണ് എന്നോട് ചോദിച്ചെങ്കിലും ചോദ്യം കർത്താവിൻ്റെതായിരുന്നു. കർത്താവാണ് എന്നോട് അത് ചോദിച്ചതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. കാരണം അതിന്റെ തലേ ദിവസം ഞാൻ ദൈവത്തോട് സംസാരിച്ചതാണ്, ദൈവമേ, ഈ ചെയ്യുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നതെല്ലാം നിന്റെ ഇഷ്ടമാണോ അതോ എന്റെ ആഗ്രഹം മാത്രമാണോ ഇതെന്ന്. ദൈവത്തിന്റെ ഇഷ്ടമായതുകൊണ്ട് ദൈവം അതിനെനിക്ക് വ്യക്തമായി മറുപടി തരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞാൻ മൂങ്ങോട് എന്ന് പറയുന്ന ആ പ്രദേശത്ത് കടന്നു ചെന്നു. അവിടുത്തെ ദൈവദാസനെ എനിക്ക് മുൻ പരിചയമുണ്ട്. ഇവിടെ ബ്ലസ് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ടീമുണ്ട്. ആ ടീമിൽ ഞാനും അവരോട് ചേർന്ന് കുറച്ചു നാൾ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തന സമയത്ത് അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും. ചെന്നപ്പോൾ ആകെ 2 പേർ മാത്രമേ അവിടെ വിശ്വാസികളായിട്ടുള്ളൂ. ആ ദേവദാസന്റെ ഭവനത്തിൽ മറ്റൊരു പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ആ 2ഉം കൂടി അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഈ സഭയിൽ ഒരാളെ സഹായത്തിന് വിളിച്ചതാണ് അദ്ദേഹം. ഒരു സൈഡ് തളർന്നു പോയിട്ട് പിന്നീട് റിക്കവർ ആയി വന്ന ഒരു പാസ്റ്ററാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരികമായ ബലഹീനതകളുണ്ട്. എങ്കിലും ദൈവത്തിന് വേണ്ടി ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എന്നോട് ഈ ദൈവദാസനിലൂടെ സംസാരിച്ചു. ഞാൻ കടന്നു ചെന്നു. ദൈവത്തിന്റെ ആ മാറ്റമില്ലാത്ത ആ കൽപ്പന അനുസരിക്കുവാൻ ഇടയായി. ഇന്ന് ആ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടെ വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട്, ദൈവത്തിന്റെ വചനവുമായിട്ട്, ആ മീറ്റിംഗുമായിട്ട് കടന്നു പോകുന്നു. ഇന്ന് അവിടെ ഞാൻ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഞാൻ ഇന്ന് സേവനം അനുഷ്ഠിക്കുകയാണ്. ഒരു കാലത്ത് ദൈവത്തെ നിന്ദിച്ച, അപമാനിച്ച്, കളിയാക്കി പരിഹസിച്ചിരുന്ന, ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ സുവിശേഷവുമായി വന്ന സഹോദരങ്ങളെ പിൻകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ ഈ രാജു പ്രസാദ് ഇന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിലെ കാരണം ദൈവം എന്നെ മുന്നവേ കണ്ടിരിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുന്നേ എന്നെ കണ്ട ഒരു കർത്താവ്, എന്നെ സ്നേഹിച്ച ഒരു കർത്താവ്, പാപിയായിരുന്നപ്പോൾ തന്നെ, ഞാൻ ഒരു നിന്ന പദാർത്ഥമായിരുന്നപ്പോൾ തന്നെ, ഒരു പരിഹാസിയായിരുന്നപ്പോൾ തന്നെ എന്നെ സ്നേഹിച്ച കർത്താവ്, ആ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ഒരു ദാസനായി, ഒരു എളിയ പ്രവർത്തകനായി നിങ്ങളുടെ മുന്നിലായിരിക്കുവാൻ സർവശക്തൻ ബലം തരുന്നു. അതേ പ്രിയ മക്കളെ, ഞാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ, എന്നെ വിടുവിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ ആ കർത്താവിന് നിങ്ങളെ സ്നേഹിക്കുവാനും, നിങ്ങളെ കരുതുവാനും, നിങ്ങളെ വിടുവിക്കുവാനും അവൻ സർവശക്തനാണ്. ആ കർത്താവിൽ ഒന്ന് ആശ്രയം കൊടുക്കാമോ? ആ കർത്താവിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? തിരുവചനത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ അവരോടുകൂടെ അത്താഴം കഴിക്കും. അതെ പ്രിയ മക്കളെ, പ്രിയ സഹോദരങ്ങൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു ക്രിസ്തു കൊട്ടുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ ഒന്ന് തുറന്നു കൊടുത്താൽ ആ സ്വർഗസ്ഥനായ പിതാവ്, ആ സർവശക്തൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്നേഹവാനായ, ആ വീണ്ടെടുപ്പുകാരനായ, സർവശക്തനായ, സകല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആ ദൈവത്തിന് വസിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കർത്താവ് നിങ്ങളെ വിടുവിക്കും. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അവൻ സർവശക്തനാണ്, ഇന്നും മതിയായവനാണ്. അതെ പ്രിയ മക്കളെ, എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഏട്
ഇവിടെ പറയുവാൻ സ്വർഗസ്ഥനായ ദൈവത്തെ എനിക്ക് രുചിച്ചറിയുവാൻ കിട്ടിയ അവസരത്തെ, ആരോഗ്യ TV തന്ന അവസരത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേക അതിന്റെ ചെയർമാനായിരിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്ററെ ഞാൻ എന്റെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. ഈ ചാനൽ ഏറ്റവും അനുഗ്രഹമായിട്ട് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, അപ്പാ, എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവ്, എന്നെ സ്നേഹിച്ച എന്റെ കർത്താവ്, എനിക്ക് വിടുതൽ തന്ന എന്റെ കർത്താവ്, എനിക്ക് രോഗസൗഖ്യം തന്ന എന്റെ കർത്താവ്, എന്റെ മകളെ രോഗസൗഖ്യം തന്ന എന്റെ മകളെ വിടുവിച്ച കർത്താവ്, ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ആരെങ്കിലും മാറാരോഗത്താലോ, ആരെങ്കിലും എന്തെങ്കിലും സങ്കടത്താലോ, വിഷമത്താലോ, പ്രതിസന്ധിയാലോ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവമെന്ന് പ്രവർത്തിച്ചു കാണിക്കുവാൻ അപ്പൊ അവിടെ ഇടയാക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ പോലെ മറ്റൊരു അവസരത്തിൽ ഈ കേൾക്കുന്ന ഓരോരുത്തരും കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ അവരുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് അത്ഭുതം ചെയ്യണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് അവസരം ഒരുക്കിയ ആരോഗ്യ TV ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ അപ്പൊ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററെയും അനുഗ്രഹിക്കണമേ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജു ശിവപ്രസാദ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഐശ്വര്യമായി സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദിയും കടപ്പാടും ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് മറ്റൊരു തലത്തിൽ ജീവിതം മുന്നോട്ട് പോയേനെ. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന ആ ഒരുപാട് നല്ല അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അമ്മയുടെ ഇളയ സഹോദരനും അതുപോലെ സ്വന്തം സഹോദരിയും അവരുടെ പ്രിയപ്പെട്ടവരുമൊക്കെ കർത്താവിനെ കണ്ടുമുട്ടുവാനും അവരറിഞ്ഞ സത്യത്തിലേക്ക് സഹോദരങ്ങളും വരണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവർ അതിനുവേണ്ടി ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത ആ നല്ല ദിവസങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏതെങ്കിലും ചില മുഖാന്തരങ്ങൾ കൂടാതെ ആരും കർത്താവിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലുമൊക്കെ ചില മുഖാന്തരങ്ങൾ ദൈവം അതിനു വേണ്ടി ഒരുക്കും. അതിനാരെയെങ്കിലുമൊക്കെ ദൈവം ഒരുക്കും. ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തികളെ ദൈവം ഏതെങ്കിലും വിധത്തിൽ കൂടി തിരികെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അങ്ങനെയൊന്നും വരുന്നില്ല എങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റേജാണ് സഹോദരങ്ങളെ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചില ചെറിയ ക്രമീകരണങ്ങളിലൂടെയൊക്കെ അവരെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എടുക്കുന്നത്. അതിലൊന്നും കിട്ടുന്നില്ലെങ്കിലാണ് ചിലരെയൊക്കെ ദൈവം അതിന് വേണ്ടുന്ന കാര്യക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ദൈവം അവരെ കൊണ്ടുവരും. അങ്ങനെയുള്ള പല പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം ഇതിനു മുൻപ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയൊന്നും ഇടയാകാതെ ദൈവം തമ്പുരാൻ ആമേനെ നേരത്തെ തന്നെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന് വേണ്ടി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും ഓൺലൈനിലൂടെ പങ്കെടുക്കാവുന്നതാണ്. ദയവായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.